ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വേർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ ഇന്നലെ. പക്ഷേ എനിക്കതൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല, അതെന്താണ് പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ റിയലായിട്ടുള്ള, അതായത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു. അതെനിക്ക് തന്നെ മനസ്സിലായില്ല അതെന്താ സംഭവം എന്നുള്ളത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്ലിയർ അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇതിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നയന നവ്യയെ ഉപദേശിക്കുകയാണ്. നമ്മൾ ഇതിക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നയന വരച്ച ഡിസൈൻ അഭിയാണ് വരച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അഭി നുണ പറയുന്ന ഒരു സംഭവം. അതിനുശേഷം നയനയാണത് ചെയ്തതെന്നുള്ളത് തെളിയിക്കുകയും ചെയ്തു. അതിൽ നയനയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് അഭിനെ അടിച്ചൊതുക്കാൻ സഹായിക്കുന്നതും നമ്മുടെ നവ്യയാണ്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നവ്യ നമ്മുടെ അഭിയുടെ തെറ്റുകളെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നവ്യയെ ഉപദേശിക്കുകയാണ്. ചേച്ചി ഇതുപോലെ ചേച്ചി എല്ലാവരുടെയും മുന്നിൽ അഭിയെ ഇങ്ങനെ മോശക്കാരനാക്കി കാണിക്കരുത്. അവൻ എത്ര വലിയ തെറ്റ് ചെയ്താലും ചേച്ചിയുടെ ഭർത്താവാണ്. ചേച്ചി ഇങ്ങനെ ചെയ്യും തോറും അവന് ചേച്ചിയോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കിത് തെറ്റുപറ്റിപ്പോയി. കാരണം അവൻ പെട്ടെന്ന് നീ വരച്ച ഡിസൈൻ അവൻ വരച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനെ തുടർന്നുള്ള ദേഷ്യത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. ആ ഒരു ടൈമിലാണ് ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് പോലീസുകാരാണ് വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ നവ്യയെ ശല്യം ചെയ്യുന്ന ആ ഒരു കാമുകനെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ അവർ അതിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും നവ്യയെ ശല്യം ചെയ്ത ആ ഒരു കാമുകനല്ല അവിടെ ഉണ്ടായിരുന്നത്. അയാൾ എന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അഭിയാണെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അഭിയുടെ ഉള്ള ടെൻഷനായി, ദൈവമേ ഇനി എങ്ങാനും അവനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെയും കൂടെ പിടിക്കുന്ന അവസ്ഥയാവുമല്ലോ, ഞാനും കൂടെ തെറ്റുകാരനാണല്ലോ ഇതിൽ. അപ്പോൾ എന്തായാലും അവനോട് അവിടെ നിന്ന് മാറിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അഭി വിളിക്കുന്ന സമയത്ത് അവനൊരു കൂസലില്ല. അവൻ പറയുകയാണ്, ഞാൻ നേരത്തെ തന്നെ പോയിട്ടുണ്ട്, പിന്നെ എല്ലാവരും ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഞാനത് നേരത്തെ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുന്നവനാണ്. എന്തായാലും എന്നെക്കുറിച്ച് ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ്. അതോടൊപ്പം തന്നെ അഭിയോട് പറയാണ്, എനിക്ക് കുറച്ച് പൈസയൊക്കെ വേണം, അത് ഈ അക്കൗണ്ടിലേക്ക് ഇടണം, അത് നിർബന്ധമാണെന്ന് പറയാണ്. അപ്പോഴേക്കും അഭി പറയണം, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാനത് സെറ്റാക്കിക്കോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അപ്പോൾ അനി അനാമികനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴി കനകം പോവുകയാണ്. അനി അനാമികയോട് ചോദിക്കുകയാണ്, അല്ല അവിടെ അമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ കനകത്തിൻ്റെ ടെൻഷനായി, ദൈവമേ ഇനി നന്ദുവിനോടെങ്ങാനാണോ ഈ ചോദിക്കുന്നത്, അമ്മ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നന്ദുവിനോടായിരിക്കും അനി സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ട് ഈ കനക അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാണ്. അപ്പോഴേക്കും അനി ചോദിക്കുകയാണ്, അല്ല അവിടെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് രീതിയിലാണ് അനാമികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കനകത്തിൻ്റെ കയ്യും കാലും വരയ്ക്കുകയാണ്, ദൈവം ഇത് നന്ദുവിനോടാണോ, ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ കനക നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അനാമിക പറയാണ്, ഇല്ല അച്ഛനും ഇല്ല എന്ന് പറയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന സാധനം നീ എനിക്ക് തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതും കേട്ടതും നമ്മുടെ കനകയുടെ നിലനിൽപ്പ് അങ്ങ് പോവാണ്. കനക വേഗം തന്നെ നമ്മുടെ അനിയുടെ റൂമിലേക്ക് ഇടിച്ചങ്ങ് കയറുകയാണ്. എന്നിട്ട് അനിയോട് ചോദിക്കുകയാണ്, മോനെ ഇതേ ഇവിടെ AC വർക്ക് ചെയ്യുന്നില്ല, ACയുടെ വയറൊക്കെ കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും അനി ചോദിക്കുകയാണ്, ACക്ക് വയറോ, മോനെ നീ അത് ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അനി പറയാണ്, അല്ല ഞാൻ അനാമികനോട് സംസാരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും കനകൻ ചോദിക്കുകയാണ്, അനാമികയോടോ? അതെ അനാമികയോടെ സംസാരിക്കണേന്ന് പറയാണ്. അങ്ങനെ വേഗം തന്നെ കനകക്ക് തൃപ്തിന് അപ്പോഴും സമാധാനം കിട്ടുന്നില്ല. കനകയാണെങ്കിൽ അനിയനോട് ചോദിക്കുകയാണ്, അനാമിക മോളാണോ, എങ്കിലേ അവളോടൊന്ന് ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനിയുടെ ഇന്ന് വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അനി ചിന്തിക്കുകയാണ്, അല്ല അനാമികയോട് ആൻറ്റി എന്തിന് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. ഹലോ അനാമികയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അനാമിക അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അനാമികയാണ് ദേഷ്യം വരണുണ്ട് കേട്ടോ. കാരണം അവരുടെ ഒരു നല്ല സമയത്താണല്ലോ ഇവർ കയറി വന്ന് ഇങ്ങനെ ഇടങ്കോലുണ്ടാക്കുന്നത്. അപ്പോൾ അനാമിക വിചാരിക്കണ്ട, ഇവരെന്തിനാ ഈ സമയത്ത് കയറി വന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അനാമിക. അങ്ങനെ അനാമികയോട് സംസാരിച്ചപ്പോൾ അനാമികയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനകത്തിന് സമാധാനമാവാണ്. സമാധാനമായി, ഞാൻ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ എന്ന് ഓർത്തിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ കനകൻ ചിന്തിക്കുകയാണ്, വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി, അനിമോൻ ഒരു പാവം തന്നെയാണ്, ഞാനാണിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി വെറുതെ ഓരോന്ന് ഓർത്തെടുത്തതും.
അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കനകയും അതുപോലെ തന്നെ നവ്യയും നയനയും കൂടെ മാർക്കറ്റിലേക്ക് പോവാണ് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ പച്ചക്കറി മേടിക്കാൻ പോകുന്ന സമയത്ത് കനകയുടെ മനസ്സിലൂടെ ആ നവ്യനെ ശല്യം ചെയ്യുന്ന അവൻ്റെ ആ ഒരു ഇതാണ് കടന്നു പോകുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. അപ്പോൾ അവനാണെന്ന് ഉള്ള ഒരു ധാരണയിൽ വെണ്ടൊക്കെ പിടിച്ചിങ്ങനെ തിരിച്ചൊടിക്കുകയാണ് നമ്മുടെ കനക. അപ്പോൾ ഇത് കണ്ടതും ആ മാർക്കറ്റിലെ ആൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി എൻ്റെ വെണ്ടൊക്കെ ഒടിച്ചത്? എന്തായാലും ആ ഒടിച്ച വെണ്ടൊക്കെ ചേച്ചി തന്നെ എടുത്തേക്കെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കനക ക്ഷമയൊക്കെ ചോദിച്ച് ആ വെണ്ടക്ക കനക തന്നെ എടുക്കുകയാണ്. അതിനിടയിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പെങ്കൊച്ചാണെങ്കിൽ ഒരുത്തനെ എടുത്തിട്ടങ്ങ് കീറുകയാണ് കേട്ടോ. നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ കനക ചോദിക്കുകയാണ്, അല്ല മോളെ നീ എന്തിനു ഇവനെ അടിക്കുന്നതെന്ന് വയ്ക്കുകയാണ്. അവൻ എന്നോട് സംസാരിച്ച ഭാഷ എന്താണെന്നുള്ളത് അറിയാമോ ആൻറ്റി? ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ ഇനി വാഴ്ത്തിക്കോടാ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ പിടിച്ച് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല അടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും കനകയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ കനക വേഗം തന്നെ നവ്യയെ ഉപദേശിക്കുകയാണ്, ദേ കണ്ടില്ലേ മോളെ, ഇതുപോലെ ആയിരിക്കണം പെൺപിള്ളേർ, അല്ലാണ്ട് എവിടെയെങ്കിലും കരഞ്ഞു തൂങ്ങിയൊന്നും അല്ല ഇരിക്കേണ്ടത്. ദേ നിന്നെ ആ ശല്യം ചെയ്യുന്ന അവനെ നിൻ്റെ കയ്യിൽ കിട്ടിയ ഇതുപോലെ അടിച്ചോളണം എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുക, എൻ്റെ അമ്മ ഇത് എന്തൊക്കെ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ചേച്ചിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത വൈരാഗ്യം കൂടുതലേ ഉള്ളൂ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും കനക പറയാം, പിന്നെ അല്ലാണ്ട് നിന്നെപ്പോലെ കരഞ്ഞും പിഴിഞ്ഞിരിക്കണോ? അതൊന്നും അല്ല പെൺപിള്ളേർ, ഇതുപോലെ സ്ട്രോങ് ആയിരിക്കണം പെൺപിള്ളേരെന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും അവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വലിയൊരു ടെസ്റ്റ് കിടക്കുന്നത്. നമ്മുടെ ആദർശ് അവിടേക്ക് വരികയാണ്. ആദർശ് വന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ വിളിക്കുകയാണ്, എടി നീ വന്നപ്പോൾ തുടങ്ങിയോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? വന്ന് കയറിയതല്ലേ ഉള്ളൂ, നീ വാന്നും പറഞ്ഞ് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആദർശ് ഈ പെൺകുട്ടിയായിട്ട് പോവുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, അല്ലാതെ ആദർശേട്ടാ, ഇവൻ എന്നോട് പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്ന് അറിയാമോ? ഇതിന് ഇവനെ ഇടിക്കുകയല്ലോ, ഇവനെ കൊല്ലുകയാണ് വേണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് ഈ പെൺകുട്ടീനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കനകയാണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ആദർശ് ഇങ്ങനെ പെൺകുട്ടിയായിട്ട് പോകുന്നതാണ്. അപ്പോൾ കനക ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ല ഈ മരുമോൻ്റെ കൂടെ ഇത്ര അധികാരത്തിൽ കയറി പോകുന്ന ഈ പെൺകുട്ടി ഇത് ആരാണാവോ എന്നിങ്ങനെ ചിന്തിച്ച് സംശയത്തോടുകൂടി നിൽക്കുന്നത് വരെയാണ് ഈ ഒരു എപ്പിസോഡ് കാണിക്കുന്നത് കേട്ടോ.